സന്ദർഭത്തിൽ എന്റെ മനസ്സിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്റെ ജീവിതത്തിൽ അതില്ലേ എന്ന് കരുതിയിട്ടാണ് എനിക്കൊരു ചെറിയൊരു വിഷമം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ സംഭവം ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ എന്നും മാതൃകയാവേണ്ട, ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന, വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ട 2-3 വരികൾ മുആദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തു. അൽ യസീറു മിനർ റിയാഇ ശിർക്കുൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന, ഷോക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം ഷിർക്കാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ കർമ്മ മേഖലയിൽ, ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിൽ ഷിർക്കിന്റെ അംശങ്ങൾ കടന്നുകൂടുന്നുണ്ടോ എന്നെനിക്കൊരു പേടി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനം കൂടി മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായിക്കൊണ്ട് ഉമർ റളിയല്ലാഹുവിന് പഠിപ്പിച്ചു കൊടുത്തു. എന്ത് മനോഹരമായിരിക്കുന്ന ഒരു വാക്ക്! ഇന്നല്ലാഹ യുഹിബ്ബു അൽ അബ്റാറ അൽ അത്ഖിയാ അൽ അഖ്ഫിയാ. അല്ലാഹു ചില പുണ്യം ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരാരാണെന്നറിയാമോ? അവർ ഭക്തന്മാരാണ്, നല്ല തഖ്വയുള്ള മനുഷ്യന്മാരാണ്. അവരുടെ പ്രവർത്തനം പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മിക്കവാറും അവരുടെ പ്രവർത്തനങ്ങൾ രഹസ്യമായിരിക്കും. പരസ്യമായിട്ട് അവർ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സന്ദർഭത്തിൽ പോലും അത് ആ പരസ്യമാണെങ്കിൽ പോലും രഹസ്യമാക്കി വെക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത അടുത്ത വാക്ക്, ഇൻ ഗാബു. ആ മനുഷ്യന്മാരെല്ലാവരും ഒരു സ്ഥലത്തില്ലെങ്കിലും സദസ്സിലില്ലെങ്കിലും ലം യഫ്തഖിദൂനഹു. അവനെ പറ്റി ആരും ചോദിക്കൂല, അവൻ എവിടെ പോയി ആരും ചോദിക്കൂല. അത്രയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരായിരിക്കും. വഇൻ ഹളറു. അവരെങ്ങാനും ഈ സദസ്സിൽ ഹാജരാവുകയാണെങ്കിൽ വലം യുഅറഫു. അവനെ തിരിച്ചറിയപ്പെടുകയില്ല, അവനെ തീരെ മനസ്സിലാവൂല, അവൻ ആരാണെന്ന് അറിയുകയില്ല. ഖുലൂബുഹും മസാബിഹ്. അവിടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് വിളക്ക് കത്തിച്ചു വെച്ചത്, പുറത്തല്ല വിളക്കുള്ളത്. ജാടയില്ല അവന്റെ കർമ്മങ്ങളിൽ, അവന്റെ പ്രവർത്തനത്തിൽ ഒന്നും തന്നെ ജാടയില്ല. നിഷ്കപടമായ മനസ്സോടുകൂടി ആത്മാർത്ഥമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് സഷ്ടാവായ നാഥന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ അവൻ പ്രവർത്തിക്കുന്നത്. എനിക്ക് ഈ സംഭവങ്ങളൊക്കെ വായിച്ചപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ തോന്നി. നമ്മളൊക്കെ സംഘടനാ പ്രവർത്തകന്മാരാണ്, ഒരുപാട് കാലമായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുക. ഈ അവസാനം പറഞ്ഞിരിക്കുന്ന വാക്ക് നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഇല്ലേ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഞാനിവിടെ വന്നിരുന്നാൽ നിങ്ങൾ എല്ലാവരും എന്നെ തിരിച്ചറിയും, ഞാനിവിടെ വന്നാൽ നിങ്ങൾ എന്നെ സ്റ്റേജിലേക്ക് വിളിക്കും, എല്ലാവർക്കും പരിചയമുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തിരിക്കുന്ന വാക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ പത്തരമാറ്റ് പ്രവർത്തനം ഒരാൾക്കും കാണാൻ സാധ്യമല്ല.